ഡിസംബർ 26 ക്രിസ്തുമസിന് തൊട്ടുപിന്നാലെ കത്തോലിക്കാ സഭ അതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയെയും അതിൻ്റെ ആദ്യത്തെ ഡീക്കന്മാരിൽ ഒരാളായ വിശുദ്ധ സ്റ്റീഫനെയും ഓർക്കുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളിൽ വിശുദ്ധ ലൂക്ക വിശുദ്ധ സ്റ്റീഫനെ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ഒരു മനുഷ്യനായി വാഴ്ത്തുന്നു. അവൻ സഭയുടെ ആദ്യകാലങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അക്കാലത്തെ ലൂക്കിൻ്റെ ചരിത്രത്തിൽ സ്റ്റീഫൻ്റെ മരണത്തിൻ്റെ ചലിക്കുന്ന ദൃശ്യവും ഉൾപ്പെടുന്നു. ഭൂമിയിലെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് യേശുവിൽ വിശ്വസിക്കാൻ സാധ്യതയുള്ള ഒരു യഹൂദനായിരുന്നു സ്റ്റീഫൻ. ക്രിസ്തു മിഷണറിമാരായി അയച്ച 70 ശിഷ്യന്മാരിൽ ഒരാളായിരിക്കാം അദ്ദേഹം. ഭൗതിക വസ്തുക്കളിൽ നിന്നുള്ള അകൽച്ചയുടെ ഈ മനോഭാവം ആദിമസഭയിൽ തുടർന്നു. അതിൽ വിശ്വാസികൾക്ക് എല്ലാം പൊതുവായിരുന്നു എന്നും അവരുടെ സ്വത്തുക്കളും വസ്തുക്കളും വിറ്റ് വരുമാനം എല്ലാവർക്കും ആവശ്യാനുസരണം വിതരണം ചെയ്യുമെന്നും വിശുദ്ധ ലൂക്കാസ് പറയുന്നു. എന്നാൽ യഹൂദ പശ്ചാത്തലത്തിലുള്ളവരെ അപേക്ഷിച്ച് ഒരു കൂട്ടം ഗ്രീക്ക് വിധവകൾ തങ്ങളുടെ ആവശ്യങ്ങളിൽ അവഗണിക്കപ്പെട്ടതായി തോന്നിയപ്പോൾ യഹൂദരും വിജാതീയരും തമ്മിലുള്ള സാംസ്കാരിക സംഘട്ടനത്തിനെതിരെ അത്തരം റാഡിക്കൽ ചാരിറ്റി ഉയർന്നു. സ്റ്റീഫൻ്റെ വിശുദ്ധിയുടെ പ്രശസ്തി ഈ തർക്കം ഉടലെടുത്തപ്പോൾ ഔദ്യോഗികവും അതുല്യവുമായ രീതിയിൽ അവരെ സഹായിക്കാൻ മറ്റ് 6 പുരുഷന്മാരോടൊപ്പം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ അപ്പസ്തോലന്മാരെ പ്രേരിപ്പിച്ചു. ക്രിസ്തു അവർക്ക് നൽകിയ കൂദാശയുടെ ശക്തിയാൽ അപ്പസ്തോലന്മാർ 7 പുരുഷന്മാരെ ഡീക്കന്മാരായി നിയമിക്കുകയും വിധവകളെ സഹായിക്കുന്ന ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തു. ഒരു ഡീക്കൻ എന്ന നിലയിൽ പഴയ നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും നിവർത്തിയായി സ്റ്റീഫൻ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ സന്ദേശം നിരാകരിക്കാൻ കഴിയാതെ പ്രാദേശിക സിനഗോഗുകളിലെ ചില അംഗങ്ങൾ അദ്ദേഹത്തെ അവരുടെ മതാധികാരികളുടെ മുമ്പാകെ കൊണ്ടുവന്നു. അവരുടെ പാരമ്പര്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റം ചുമത്തി. അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളുടെ 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രഭാഷണത്തിലൂടെയാണ് സ്റ്റീഫൻ പ്രതികരിച്ചത്. അദ്ദേഹം വിവരിച്ചു, ഇസ്രായേൽ മുൻകാലങ്ങളിൽ ദൈവകൃപയ്ക്കെതിരായ പ്രതിരോധം ഇന്നത്തെ മതാധികാരികൾ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നു എന്നും മിശിഹായെ നിരസിക്കുന്നുവെന്നും ആരോപിച്ചു. കൊല്ലപ്പെടുന്നതിന് മുൻപ് സ്റ്റീഫന് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ ഒരു ദർശനമുണ്ടായിരുന്നു. നോക്കൂ, ആകാശം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് അവൻ കോടതിയിൽ പറഞ്ഞു. എന്നിരുന്നാലും കൗൺസിൽ ഡീക്കനെ വലിച്ചിഴച്ച് കല്ലെറിഞ്ഞു. അവർ സ്റ്റെഫാനോസിനെ കല്ലെറിയുമ്പോൾ കർത്താവായ യേശുവെ, എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. വിശുദ്ധ ലൂക്ക പ്രവർത്തികൾ 7-ൽ രേഖപ്പെടുത്തുന്നു, പിന്നെ അവൻ മുട്ടുകുത്തി ഉറക്കെ നിലവിളിച്ചു, കർത്താവെ, ഇവർക്കെതിരെ, ഈ പാപത്തിനെതിരെ നിലകൊള്ളരുതേ. ഇത് പറഞ്ഞുകൊണ്ട് അവൻ മരിച്ചു.